ഇലാരിയ എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീമും, രണ്ടാമത്തത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. 2016 എനിക്ക് പേഴ്സണലി വന്ന സ്കിന്നിന് വന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സോപ്പിനെ പറ്റി പഠിക്കുന്നത്. ഒരു ഡ്രൈനെസ് ആയിട്ട് സ്കിന്ന് മാറുന്ന ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ സോപ്പൊന്ന് മാറ്റി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് മാറ്റേണ്ടത്, ഞാൻ നല്ല ബ്രാൻഡുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു, നിങ്ങൾ സോപ്പ് വാങ്ങുന്ന സമയത്ത് അതിൽ TFM കണ്ടന്റ്, അതായത് TFM എന്ന് പറയുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾ ഓയിലിൻ്റെ കണ്ടന്റ് അത് 76 എബവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് എനിക്ക് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ എല്ലാ ബ്രാൻഡ് സോപ്പുകളും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയ സമയത്ത് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് TFM-നെ പറ്റി അറിയുന്നതും നോക്കുന്നതും. സോപ്പിൽ നോക്കിയ സമയത്ത് പല സോപ്പിനല്ല ഓൾമോസ്റ്റ് എല്ലാ സോപ്പിനും TFM 76 ബിലോ ആണ്. ചില സോപ്പിന് TFM ഇല്ലതാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചു, ഗൂഗിൾ ചെയ്തു. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആളുകളോട് കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ BIS എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അത് പ്രകാരം നമ്മൾ സോപ്പിനും ക്വാളിറ്റി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 4 ടൈപ്പ് ക്വാളിറ്റിയാണ് സോപ്പിനുള്ളത്. ഒന്ന് ബാത്തിങ് ബാർ, ഒന്ന് ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1. അത് TFM-ൻ്റെ ലെവലിനനുസരിച്ചാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ഈ സോപ്പ് ഞാൻ അന്ന് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞതിന് ശേഷം സോപ്പ് മാറ്റിയ സമയത്ത് ഒരു 3 മാസം കൊണ്ട് എൻ്റെ ആ സ്കിന്നിൻ്റെ ഡ്രൈനെസ് വളരെ കുറഞ്ഞു. അപ്പോഴാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കുന്നത്. അപ്പോൾ അത് പഠിച്ച ആ ഒരു പീരീഡ് തന്നെയാണ് ഈ പറഞ്ഞ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുള്ള അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യണമെന്നുള്ള റീറ്റെയിൽ ഷോപ്സ് ആയിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം വരികയും അങ്ങനെ ഈ സോപ്പ് തന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ, അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിക്കൂടാ എന്ന തോട്ടാണ് ഇലാരിയ സോപ്പിലേക്ക് വന്നത്.